ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 37:15 എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അട്ടപ്പാടി സെഗിയോൻ മിനിസ്ട്രീസ് തുടങ്ങിയ ആദ്യകാലങ്ങളിൽ തുടക്കം മുതൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന 2 പ്രധാന വചനങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ വചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 36 വാക്യം. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ, അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ആ വചനം വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ആ വചനം തന്നെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ, അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും. അങ്ങയുടെ ആലയത്തിൻ്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഈശോയോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കാണുന്ന കാര്യം, ഈശോ ഓരോ ശുശ്രൂഷകളിലും വളരെ പ്രകടമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ഒരു അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഡാലിയ കെനോട്ട്. ഞാൻ ബോൾഗാട്ടി ഇടവക അംഗമാണ്. ഞാനൊരു 4 വർഷം മുമ്പ് നടന്ന ഒരത്ഭുതത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് കുഞ്ഞിതിലെ തുടങ്ങി ഭയമുണ്ടായിരുന്നു. ഒരു മുറിയിൽ നിന്ന് അടുത്തേക്ക് മുറിയിലേക്ക് പോകണമെങ്കിൽ ഒരാളാരെങ്കിലും കൂട്ടു വേണം. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അതിന് ഇരട്ടിയായി. ചിലങ്കിൽ ഞാൻ കാണുന്ന രൂപങ്ങളൊന്നും എനിക്ക് പ്രതികളുടെ അടുത്ത് പറഞ്ഞ് തരാൻ എനിക്കറിയാൻ പാടില്ല. അതുപോലെ പേടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ കാണുക. രാത്രിയുണ്ട്, പകലുണ്ട്. ഞാൻ അച്ഛനെ പേടിച്ച് ഞാൻ അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിൽ അതിന് പ്രത്യേക സെക്യൂരിറ്റി ഗാർഡ് വേണം. പേടിച്ച് കിടന്ന് നിലവിളിക്കും. പക്ഷേ ആ സമയങ്ങളിൽ ഭർത്താവോ മക്കളോ എന്നെ ഈ പേടി അംഗീകരിക്കാറില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ ആരും എൻ്റെ കൂടെ നിൽക്കാത്തൊരവസ്ഥയായിരുന്നു. ഈ ഭർത്താവും മക്കളും നല്ല രാത്രിയൊക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ കിടന്ന് പേടിച്ചിട്ട് പുതപ്പൊക്കെ മൂടി കാല് മുതൽ പുറത്തിടൂല, പേടിച്ചിട്ട് വിറക്കും. എന്നിട്ട് ചെവി 2 ഇങ്ങനെ കൊട്ടി അടച്ച് പേടിച്ചേക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പകല് പോലും ഞാൻ ഇരിക്കാറില്ല. പകലൊക്കെ തൊട്ടടുത്ത വീടുകളിലാണ് ഞാൻ പോയിരിക്കുന്നത്. കൊച്ചുങ്ങൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മക്കളും ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത വീടുകളിൽ പോയിട്ടാണ് എപ്പോഴും ഇരിക്കണത്. ഇങ്ങനെ പലതവണ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം എല്ലാവരും എന്നെ ആരും അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണൂല വീട്ടിൽ. ഞാൻ വീടും വാതിലും ഒക്കെ തുറന്നിട്ടുകൊണ്ടാണ് ഞാൻ അടുത്ത വീടുകളിൽ പോയിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം എനിക്ക് എൻ്റെ ഭർത്താവിനും മക്കൾക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ. വേറെ ഒരാൾക്ക് പോലും ഇതറിയാൻ പാടില്ല. എന്നിട്ട് ഞാൻ നമ്മളുടെ പാലക്കാട് ടൗൺ ഹാളിൽ മാറാനാത്ത പരിപാടിയുടെ ഒരു 4 വർഷം മുമ്പ് ഞാൻ ധ്യാനത്തിന് പോയായിരുന്നു. അപ്പൊ സേവ്യർ അച്ഛനെ കണ്ട് ഞാൻ അന്ന് പാലക്കാടുള്ള ഒരു സേവ്യർ അച്ഛനെ വട്ടായിലച്ഛനെ പോയി കണ്ട് പാലക്കാട് കേട്ടോ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ അവിടെ ആൾക്കാരെ പ്രാർത്ഥനയിൽ നിന്ന് പറയേണ്ടതാണ് ഇങ്ങനെ വൈകിട്ട് ഇതൊക്കെ പേടിയുള്ള ഒരു കുട്ടിയുടെ മാറുന്നതായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്ക് ആ ഭയം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പരിപൂർണമായി അങ്ങോട്ട് പോയി. പൂർണ്ണമായിട്ടും എപ്പോഴും ഞാൻ വീട്ടിലിരിക്കാം. മറ്റേത് അടുത്ത വീടുകളിൽ പോയി എന്നെ നോക്കിയാൽ കാണുള്ളൂ. ഏത് വീട്ടിലാ പോയിരിക്കണേന്നൊന്നും അറിയില്ല. സന്തോഷം നോക്കിയ വീട്ടിലിരിക്കാൻ സഹായിക്കുന്ന സന്തോഷം നോക്ക്. India, Tira,
ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വചനം ഞാൻ വിശ്വസിച്ചു. അതേപോലെ ഈശോ ഓരോ ശുശ്രൂഷകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ അഭിഷേകാഗ്നി എന്നൊരു പ്രോഗ്രാം ഷാലോം ചാനലിൽ ആരംഭിക്കേണ്ട കാലം വന്നു. അപ്പോഴും ഈശോയോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഓരോ വചനങ്ങളിൽ സ്ഥിരീകരിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യണത് എനിക്ക് വളരെ സന്തോഷമാണ്. ഈശോ അതുപോലെ ചെയ്യാൻ തുടങ്ങി. ടെലിവിഷനിലോ കാസറ്റിലോ അല്ലെങ്കിൽ ഒരു എഴുതിയ പുസ്തകമൊക്കെ വിശ്വാസതര ആളുകൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ ഈശോ അങ്ങനെ അത്ഭുതം ചെയ്യുക. അതിനെന്നെ പ്രേരിപ്പിച്ച ഒരു വചനമാണ് സങ്കീർത്തന പുസ്തകത്തിലെ 31-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി നൽകുന്നു. എനിക്കൊരു കാര്യം കർത്താവ് ബോധ്യം തന്നു. ഒരു വ്യക്തി വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ആഗ്രഹിച്ച് ശുശ്രൂഷ ചെയ്താൽ, ഒരു അത്ഭുതം ആഗ്രഹിച്ച് ശുശ്രൂഷ പങ്കെടുത്താൽ അവിടെ ദൈവം സന്തോഷവാനാണ്. ദൈവം അവിടെ ചെയ്യും. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടി ഈശോ അങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ. എന്നാൽ അതെന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? നമ്മളത് വിശ്വാസത്തോടെ ചെല്ലുന്നില്ല. ആളുകളെല്ലാവരും ഒന്നിച്ച് വന്ന് പബ്ലിക്കായിട്ട് പരസ്യമായിട്ട്, ചിലപ്പോൾ മുറിയിരുന്ന് രഹസ്യമായിട്ട് പലതും പറയുന്നുണ്ടാവും. പരസ്യമായിട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം. പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ കൊടുക്കുന്നതിൽ കർത്താവിന് വളരെ വലിയ സന്തോഷമാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എറണാകുളം മറൈൻ ഡ്രൈവ് കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ ഇങ്ങനെ തവിട് പൊടി പോലെ പൊടിഞ്ഞു പോയ അസ്ഥികളെല്ലാം കൂടി ചോദിച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എൻ്റെ പേര് ജെസ്സി കൊറിയ. ഞാൻ പച്ചാളത്ത് ചാത്യാത്ത് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2012 ജൂൺ മാസം 20-ാം തീയതി ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ ഞാൻ ഓടിച്ചിരുന്ന ബൈക്ക് മീഡിയനിലിടിച്ച് എൻ്റെ മുട്ടുകാല് തകർന്നു പോയി. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു മരക്കഷ്ണം കോടാലി കൊണ്ട് കൊത്തിപ്പൊളിക്കുന്നത് പോലെ തകർന്നിരിക്കുകയാണെന്ന്. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ എൻ്റെ ആൻറ്റിയുടെ കയ്യിൽ പിടിച്ച്, ഒരു ക്രച്ചസും കയ്യിൽ പിടിച്ചാണ് ഇവിടെ വന്നത്. ഇത് പിടിച്ചിട്ട് എന്നിട്ടാണ് ഒരു വിധത്തിൽ ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് ശനിയാഴ്ച അച്ഛൻ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വരയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഉണങ്ങിയ അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടി കിരുകിരാ ശബ്ദമുണ്ടായെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ കാലുകൾ നിവർത്തി നോക്കുമ്പോൾ എൻ്റെ മുട്ടുകളെല്ലാം കടകടാന്നിങ്ങനെ ഒടിയുന്നത് പോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു മകളുടെ മുട്ടുകാലുകൾ തകർന്നിരിക്കുന്ന മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നടക്കുമ്പോൾ മുമ്പോട്ടും പുറകോട്ടും കാല് പോകുന്ന അവസ്ഥയായിരുന്നെന്ന്. ഇപ്പോൾ എനിക്ക് ക്രച്ചസ് ഇല്ലാതെ നടക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ യേശു കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിശയം ഉണ്ടാകാൻ, ഒരു അത്ഭുതം ഉണ്ടാകാൻ വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവ് വിശ്വസ്തനാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻ
നിൻകരം നീട്ടി നീ എന്നെ തൊടണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടണമേ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ രാജാവാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. എത്രമാത്രം അംഗീകരിക്കുന്നുവോ, എത്രമാത്രം ഏറ്റുപറയുന്നുവോ അത്ര ഇഷ്ടത്തോടെ അങ്ങ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ആരാധന ആരാധന ആരാധന. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആണിപ്പാടിൻ കരങ്ങളാൽ ലോകശക്തിയെ നീക്കണമേ, ആണിപ്പാടിൻ കരങ്ങളാൽ ലോകശക്തിയെ നീക്കണമേ. അങ്ങേ മുറിവിൻ യോഗ്യതയാൽ സൗഖ്യം പ്രാപിച്ചിടും ഞാൻ, അങ്ങേ മുറിവിൻ യോഗ്യതയാൽ സൗഖ്യം പ്രാപിച്ചിടും ഞാൻ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. നിൻകരം നീട്ടി നീ എന്നെ തൊടണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടണമേ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ. ഇപ്പോൾ ഇടപെടണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഈ നിലവിളി കേൾക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ബോധ്യങ്ങൾ നൽകണമേ, ഇപ്പോൾ രോഗങ്ങൾ ഏറ്റെടുക്കണമേ, വിടുതൽ നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഷിയറബാ heal, oh Lord, 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 heal us, heal me, touch me, release, hallelujah, hallelujah, heal me, oh Lord, heal me, hallelujah, 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 hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.